ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹജ്ജ് സീസൺ പ്രമാണിച്ച് നിർത്തിവച്ചിരുന്ന ടൂറിസ്റ്റ് വിസ അടുത്ത മാസം മുതൽ പുനരാരംഭിക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് അറിയിച്ചു. അപേക്ഷകർക്ക് ഓഗസ്റ്റ് മുതൽ വിസ അനുവദിച്ചു തുടങ്ങും. അബഹ നഗരത്തിന് പടിഞ്ഞാറ് അൽ അസീസ ഗ്രാമത്തിലെ അബൂ ഫലജ് പൈതൃക കൊട്ടാരത്തിൽ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹജ്ജ് സീസണിൽ ടൂറിസ്റ്റ് വിസ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. 2019 44 രാജ്യങ്ങൾക്ക് ഓൺലൈനായി ടൂറിസ്റ്റ് വിസ അനുവദിക്കാൻ തുടങ്ങിയത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആവശ്യമുണ്ടായതിനെ തുടർന്ന് രാജ്യങ്ങളുടെ എണ്ണം 66 ഉയർത്തി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വിസ ലഭിക്കുന്ന രാജ്യങ്ങളിലൊന്നായി സൗദി മാറിക്കഴിഞ്ഞുവെന്നും ഈ വിസയുടെ സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കവേ മന്ത്രി അറിയിച്ചു. ഈ വിസ സംവിധാനത്തിലൂടെയാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ സൗദി വരവേൽക്കുന്നത്. വിനോദസഞ്ചാരത്തിനായി 1 വർഷം വരെ കാലാവധിയുള്ള വിസയാണ് അനുവദിക്കുന്നത്. തുടർച്ചയായി 90 ദിവസമാണ് രാജ്യത്ത് തങ്ങാനുള്ള അനുമതി. 1 വർഷത്തിനിടെ എത്ര തവണയും ഈ വിസയിൽ രാജ്യത്തിന് പുറത്തു പോയി തിരിച്ചു വരാം. എന്നാൽ രാജ്യത്ത് തങ്ങുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം 90 മാത്രമായിരിക്കും. എന്നാൽ 1 വർഷത്തിനുള്ളിൽ ഒന്നിലധികം തവണ സന്ദർശന വിസ നേടാനുള്ള അവസരമുണ്ട്. കുവൈറ്റിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് കടന്നതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്ത സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. മലയാളികൾ ഉൾപ്പെടെ 50ഓളം പേർ മരിക്കാനിടയായ അൽ മംഗഫ് തീപിടുത്തത്തിന് ശേഷവും വിവിധ കെട്ടിടങ്ങളിലും മറ്റുമായി തീപിടുത്ത സംഭവങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് തീപിടുത്തത്തിനുള്ള പ്രധാന കാരണമായി ജനറൽ ഫയർഫോഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും ചാർജ് ചെയ്യുന്നതിനിടെ സ്കൂട്ടർ ബാറ്ററികൾക്ക് തീപിടിച്ച സംഭവങ്ങൾ അടുത്ത ദിവസങ്ങളിലായി വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ പൗരന്മാരും പ്രവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിൽ നൽകിയ പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. തീപിടുത്ത അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മികച്ച നിലവാരമുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കണം. നല്ല വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ സ്കൂട്ടർ ബാറ്ററികൾ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അടച്ചിട്ട ഇടങ്ങളിൽ വെച്ചുള്ള ചാർജിംഗ് അപകടസാധ്യത വർദ്ധിപ്പിക്കും. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി സ്കൂട്ടർ ബാറ്ററി ദീർഘനേരം ചാർജിങ്ങിൽ ഇടുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വാദി കബീറിലെ വെടിവെപ്പ് സംഭവത്തിൽ ഒമാന് ഐക്യദാർഢ്യവുമായി ബെൽജിയൻ രാജാവ് ഫിലിപ്പിൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിനെ ഫോണിൽ വിളിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടത്തിയ ശ്രമത്തെ രാജാവ് പ്രശംസിക്കുകയും ചെയ്തു. ഒമാനിൽ വിഷമുള്ള ചിലന്തിയായ ബ്ലാക്ക് വിഡോ സ്പൈഡറിനെ കണ്ടെത്തി. ഇത് മറ്റു ചിലന്തികളിൽ നിന്നും ഏറെ വ്യത്യസ്തവും അപകടകാരിയുമാണ്. കറുത്ത നിറത്തിൽ ചുറ്റപ്പെട്ടതും ചുവപ്പ് വൃത്തവും ഓറഞ്ചോ തവിട്ടോ നിറത്തിലുള്ള വരകളുമാണ് ഈ ചിലന്തിയുടെ ശരീരത്തിലുണ്ടാവുക. ഈ വിഭാഗത്തിൽപ്പെട്ട ചിലന്തികളെ അടുത്തിടെ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇത് പൊതുജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ചിലന്തികളെ ഒമാനിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒമാൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് സന്ദേശം പങ്കുവച്ചു. വീടുകൾ, പൂന്തോട്ടങ്ങൾ, ഷെഡുകൾ, ധാന്യപ്പുരകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ വിഭാഗം ചിലന്തികളെ സാധാരണയായി കണ്ടുവരാറുള്ളത്. ഇത് വിഷമുള്ള ചിലന്തിയായാണ് അറിയപ്പെടുന്നതെന്നും മന്ത്രാലയം അധികൃതർ സൂചിപ്പിച്ചു. കടിച്ചാൽ തടിപ്പോടു കൂടിയ വേദന, മസിൽ ശക്തി കുറവ് എന്നിവയാണ് അനുഭവപ്പെടുക. ഇതോടൊപ്പം മനം പുരട്ടൽ, ഛർദി, അടിവയറ്റിലെ കൊളുത്തിവലി മൂലമുള്ള വേദന എന്നിവയും അനുഭവപ്പെടും. ഇത്തരം ചിലന്തി കടിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളും മന്ത്രാലയം അറിയിച്ചു. കടിയേറ്റാൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. കടിയേറ്റ സ്ഥലത്ത് ഐസ് പാക്കുകൾ വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കടിയേറ്റ സ്ഥലങ്ങളിലെ തടിപ്പും വേദനയും കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇതോടൊപ്പം ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോവുകയും വേണമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരം ചിലന്തികളെ കാണുന്നവർ മസ്കറ്റ് മുനിസിപ്പാലിറ്റിയെ വിവരം അറിയിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ 1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ദോഫർ ഖരീഫ് സീസണിന്റെ ഭാഗമായി സഞ്ചാരികളെ വരവേൽക്കാൻ ഇത്തീൻ സ്ക്വയർ, റിട്ടേൺ ടു ദ പാസ് എന്നീ സൈറ്റുകൾ ദോഫർ മുനിസിപ്പാലിറ്റി ഉദ്ഘാടനം ചെയ്തു. സലാല ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി വിഭാവനം ചെയ്തിരിക്കുന്ന നിരവധി സൈറ്റുകളിൽ 2 എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമാകുന്ന തരത്തിലുള്ള സാംസ്കാരിക, കലാ, പൈതൃക, വിനോദ പരിപാടികളായിരിക്കും ഇവിടെ അരങ്ങേറുക. ഇത്തീൻ സ്ക്വയർ ഈ ആഴ്ചയിൽ തന്നെ സന്ദർശകരെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ദോഫർ മുനിസിപ്പാലിറ്റിയിലെ ഇവന്റ്സ് ആൻഡ് അവയർനെസ് ഡയറക്ടർ അറിയിച്ചു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തികച്ചും പുതിയ ഗെയിമുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്.
ഒപ്പം അത്യാധുനിക ഡിജിറ്റൽ തിയേറ്ററും നിരവധി അന്തർദേശീയ പ്രകടനങ്ങൾ, അതിശയകരമായ ലൈറ്റ് ഷോകൾ, ലേസർ ഫൗണ്ടൻ ഡിസ്പ്ലേകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡ്രോൺ ലൈറ്റ്, ലേസർ ഷോകൾ, വിവിധ തരം പൂക്കൾ പ്രദർശിപ്പിക്കുന്ന ഖരീഫ് ഗാർഡൻ തുടങ്ങിയ ആഗോള വിനോദ ടൂറിസം പ്രവർത്തനങ്ങൾ എന്നിവ അരങ്ങേറുന്ന ഇത്തീൻ സ്ക്വയറിൽ ഓഗസ്റ്റ് 31 വരെ പരിപാടികൾ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടൂറിസം ഫെസ്റ്റിവലിൽ ആദ്യമായി ഒരുക്കിയ റിട്ടേൺ ടു ദ പാസ്റ്റ് സൈറ്റ് സലാലയിലെ സാദയിലാണുള്ളത്. ഒമാന്റെ പരമ്പരാഗത ജീവിതങ്ങളും ധോഫർ ഗവർണറേറ്റിലെ പ്രാദേശിക പരിസ്ഥിതികളും ഇവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പരമ്പരാഗത കലകൾ, പൈതൃക വിപണികൾ, കരകൗശല വിദഗ്ധരുടെയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എന്നിവ ഇവിടെ ഉണ്ടാകും. ഒമാനിലെ അൽവുസ്ത ഗവർണറേറ്റിലെ ദുഃഖം തീരത്തോട് ചേർന്നുണ്ടായ എണ്ണക്കപ്പൽ അപകടത്തിൽ രക്ഷപ്പെടുത്തിയ 8 ഇന്ത്യക്കാരെ കരക്കെത്തിച്ചു. ഇവർക്ക് ആവശ്യമായ പരിചരണം നൽകിയതായും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അറിയിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം മരിച്ചയാൾ ഇന്ത്യക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുകയും ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. ബുധനാഴ്ച ശ്രീലങ്കക്കാരൻ ഉൾപ്പെടെ 9 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇതിൽപ്പെട്ട ഇന്ത്യൻ പൗരന്മാരാണ് ഇപ്പോൾ ആശ്വാസ തീരത്തെത്തിയിരിക്കുന്നത്. കാണാതായ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഒമാനിലെ ഇന്ത്യൻ എംബസി ഒമാനി അധികൃതരുമായി സഹകരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയും ഒമാനി അധികൃതരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ INS തേജ് കപ്പൽ, വ്യോമനിരീക്ഷണത്തിന് P-81 വിമാനം എന്നിങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അപകടത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയാണെന്നും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഒമാനി അധികൃതർക്ക് നന്ദി അറിയിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അറിയിച്ചു. ദുഃഖം വിലായത്തിലെ റാസ് മദ്രാക്കയിൽ നിന്നും 25 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായാണ് തിങ്കളാഴ്ച എണ്ണക്കപ്പൽ മറിയുന്നത്. യമനിലെ ഏതൻ തുറമുഖത്തേക്ക് പോകുകയായിരുന്ന പ്രസ്റ്റീജ് ഫാൽക്കനാണ് അപകടത്തിൽപ്പെട്ടത്. 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കൻ പൗരന്മാരും ഉൾപ്പെടെ 16 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിൽ നിന്നും വാതക ചോർച്ചയില്ലെന്ന് കഴിഞ്ഞ ദിവസം ഒമാൻ പരിസ്ഥിതി അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും പ്രതികരണ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നതിനുമായി ബന്ധപ്പെട്ട സൈനിക, സിവിൽ അധികാരികളുമായി ഏകോപിപ്പിച്ച് അടിയന്തര യോഗം പരിസ്ഥിതി അതോറിറ്റി വിളിച്ചു ചേർത്തിരുന്നു. ചോർച്ചയടക്കമുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി പ്രത്യേക കമ്പനിയെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഖരീഫ് സീസണിന്റെ ഭാഗമായി ധോഫർ ഗവർണറേറ്റിലും ബീച്ചുകളിലും എത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഖരീഫിന് തുടക്കമായതോടെ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. സുരക്ഷിത ഏരിയകളിൽ മാത്രമേ കടലിൽ ഇറങ്ങാൻ പാടുള്ളൂ. മുക്സേൽ ഉൾപ്പെടെ കടൽ തീരങ്ങളോട് ചേർന്നുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരമാല ഉയരുന്നതിനാൽ കടലിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം.